മുട്ട റോസ്റ്റിനുള്ള 2 മുട്ട ഞാൻ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചീനച്ചട്ടി ചൂടാക്കി എടുക്കുകയാണ്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിക്കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അതിനുശേഷം സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചോപ്പ് ചെയ്തെടുത്തതും പിന്നെ നീളത്തിൽ സ്ലിറ്റ് ചെയ്ത് പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. കൂടുതൽ ഉപ്പ് വേണമെന്ന് തോന്നിയാൽ പിന്നീട് ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും ഇട്ടുകൊടുത്തു. സവാളയ്ക്ക് ചെറുതായി കളർ ചേഞ്ച് വന്നു തുടങ്ങുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ആ ചീനച്ചട്ടിയുടെ നടുക്ക് അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം. അതിനുശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇനി അതങ്ങനെ ഇരുന്ന് വേകട്ടെ. 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇനി പൊടികൾ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയുമാണ് അതിലേക്ക് ചേർക്കുന്നത്. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. ടൊമാറ്റോ ഓൾറെഡി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ പൊടികൾ അതേപടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ടൊമാറ്റോ ഇല്ലെങ്കിൽ വെള്ളത്തിൽ ചാലിച്ച് മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഏത് കറിയിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പൊടികൾ വഴറ്റിക്കഴിഞ്ഞാൽ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഇനി ആ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ചെറുതായിട്ടൊന്ന് വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കാം. ഈ ഗരം മസാലപ്പൊടിയിൽ പെരിഞ്ജീരകം ഒരല്പം കൂടുതൽ ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ എരിവ് ഒരല്പം കുറയും. അതുകൊണ്ട് മുളക് പൊടി അതിനനുസരിച്ച് വേണം എടുക്കാൻ. ഫ്രഷ് ക്രീം കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഈ മുട്ട റോസ്റ്റ് പലഹാരങ്ങൾക്കൊപ്പം കഴിക്കാനാണ് നല്ലത്. നമ്മുടെ ചോറിനോടൊപ്പം നന്നാവില്ല. വേറൊന്നുമല്ല, ഫ്രഷ് ക്രീം ചേർക്കുന്നതല്ലേ, അതുകൊണ്ടാണ്. അപ്പം, ഇടിയപ്പം, പുട്ട്, പറോട്ട, ചപ്പാത്തി, പത്തിരി, ഒരട്ടി ഇതിനോടൊപ്പമൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണിത്. പുഴുങ്ങി ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത മുട്ട അതിലേക്ക് ഇട്ടുകൊടുക്കാം. മുട്ട വരയാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഗ്രേവി അതിലേക്ക് ഇറങ്ങി ചെല്ലുകയുള്ളൂ. ഇനി ആ മുട്ട രണ്ടും ഗ്രേവിയിൽ കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും ആ മുട്ടയിൽ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. മുട്ട റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. മുട്ട റോസ്റ്റിൻ്റെ മറ്റൊരു റെസിപ്പി ഇനിയൊരിക്കൽ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.